ഒരു ദിവസം രാത്രി ഒമാനിലെ സമയം ഏകദേശം 10 മണിക്ക് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കെ ഞാൻ ആ പുസ്തകത്തിൻ്റെ 21-ാമത്തെ പേജിലെ അവസാനത്തെ ഖണ്ഡികയിലേക്ക് എത്തി. ആ ഖണ്ഡിക വായിക്കുകയാണ്. ചെറിയ ഒരു ഭാഗം. മേരി ഹസ്കലുമായി അടുപ്പത്തിലായ ഇടയ്ക്ക് തന്നെയാണ് മിഷേൽ നൈമിയുമായി ജിബ്രാൻ രഹസ്യമായി ബന്ധപ്പെട്ടിരുന്നത്. നൈമി ഗർഭിണിയായപ്പോൾ അവളുടെ എതിർപ്പിനെ മറികടന്ന് ജിബ്രാനാണ് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചത്. പിന്നീട് ജിബ്രാൻ പഠനാവശ്യത്തിന് പാരീസിലേക്ക് പോയപ്പോൾ നൈമി പിന്തുടർന്നു. അവൾ തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അത്തരം ചടങ്ങുകളിൽ വിശ്വാസമില്ലാത്ത ജിബ്രാൻ വിവാഹിതരാവാതെ ഒന്നിച്ചു കഴിയാമെന്ന് നിർദ്ദേശം വെച്ചു. നെയ്മി അതിന് തയ്യാറല്ലായിരുന്നു. 1914 അവൾ ലാമർ ഹാഡിയെ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ഭാഗം വായിക്കുകയും അതെന്നെ ഒരുപാട് അസ്വസ്ഥനാക്കുകയും ചെയ്തു. ഞാൻ പ്രസാധകനെ അന്വേഷിച്ചു. ഈ പുസ്തകത്തിൻ്റെ ഞാൻ ആ പ്രസാധകനെ വിളിക്കാൻ ശ്രമിച്ചു. അതിലുള്ള നമ്പറിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. പ്രസാധകനായ മറ്റൊരു സുഹൃത്തിനെ വിളിച്ചു. അദ്ദേഹത്തോട് ഈ കാര്യം പറയുകയും അദ്ദേഹം ഈ പ്രസാധകൻ്റെ നമ്പർ തരികയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ അപ്പോൾ തന്നെ വിളിച്ചു. ഇന്ത്യയിൽ അപ്പോൾ 11:30 മണിയെങ്കിലും രാത്രി ആയി കാണുന്നു. അദ്ദേഹം ഫോൺ എടുത്തു. ഞാൻ കാര്യം പറഞ്ഞു. വളരെ ഗൗരവത്തിലുള്ളൊരു കാര്യമാണ് പറയുന്നത് എന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ രാത്രിയിലും എന്നെ കേട്ടു. അത് പരിശോധിക്കാമെന്ന് പറഞ്ഞു. ഖലീൽ ജിബ്രാൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം പറയുന്നിടത്ത് വന്ന അക്ഷന്തവ്യമായ ഒരു തെറ്റ്, ആ തെറ്റ് ഒരു പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കും മുമ്പ് എഴുത്തുകാരനോ എഴുത്തുകാരിയോ എഴുതി തന്നു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രസാധകൻ്റെ ഉത്തരവാദിത്വം ഒഴിവാകുന്നില്ല എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ പറയുന്നിടത്ത് എവിടെയാണ് തെറ്റ്? മിഖായേൽ, മിഷേൽ, മീക്കായേൽ എന്നൊക്കെ പറയുന്നത് ഒരേ പേര് തന്നെയാണ്. ഇത് ലബനാൻകാരുടെ പേരായതുകൊണ്ട് അറബിയിൽ മിഷേൽ എന്ന് എഴുതിയാൽ ഇംഗ്ലീഷിൽ അത് മിഖായേൽ എന്നോ മൈക്കിൾ എന്നോ ഒക്കെ വായിക്കാം. സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു പേരിൽ വന്ന പെശകായിരിക്കാം ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഖലീൽ ജിബ്രാൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും വിവാഹിതനായിരുന്നില്ലെങ്കിലും ജോസഫ് ഷബാൻ്റെ ദ മിറേഴ്സ് ഓഫ് ദ സോൾ എന്ന പുസ്തകത്തിൽ ദ വിമൻ ഇൻ ദ ലൈഫ് ഓഫ് ജിബ്രാൻ എന്നൊരു ഭാഗം തന്നെയുണ്ട്. ജിബ്രാൻ്റെ ജീവിതത്തിൽ ഇടപെട്ട സ്ത്രീകളെക്കുറിച്ച് ആ ഭാഗത്ത് കൃത്യമായി പറയുന്നുമുണ്ട്, ഓരോരുത്തരെയും പേരെടുത്തു. അവിടെയും മറ്റു പലയിടത്തും ജിബ്രാൻ്റെ ജീവചരിത്രങ്ങളൊക്കെ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട 2 പേരുകളിൽ ഒന്ന് മേരി ഹാസ്കൽ എന്ന പേരാണ്. ജിബ്രാൻ വിവാഹം കഴിക്കാൻ വിവാഹ സമ്പ്രദായത്തോട് വിയോജിപ്പുണ്ടായിരുന്ന ജിബ്രാൻ വിവാഹ അഭ്യർത്ഥന നടത്തിയ ഒരേ ഒരാൾ മേരി ഹാസ്കലാണ്. ഒരുപക്ഷെ ജിബ്രാനേക്കാൾ പ്രായത്തിന് മുമ്പുണ്ടായിട്ടും ജിബ്രാനേക്കാൾ വലിയ സംവിധാനങ്ങളുണ്ടായിട്ടും ഒക്കെ ജിബ്രാൻ്റെ ജീവിതത്തിൽ ഇടപെട്ടവരാണ്. പക്ഷെ അവർക്ക് ജിബ്രാനെ വിവാഹം കഴിക്കാനായിരുന്നില്ല, ജിബ്രാൻ്റെ സൗഹൃദം മാത്രമായിരുന്നു ആവശ്യം. അവരാണ് ജിബ്രാനെ ജീവിപ്പിച്ചു നിർത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. ചിത്രകലാ പഠനത്തിന് പാരീസിലേക്ക് പോകാൻ 1908 ആണെന്നാണ് തോന്നുന്നത്. പാരീസിലേക്ക് പോകാനുള്ള സഹായം നൽകുന്നത് മേരി ഹസ്കലാണ്. അതിനു മുമ്പ് അമേരിക്കയിൽ വെച്ച് തന്നെ മേരി ഹസ്കലിനെ പോലെ തന്നെ ജിബ്രാൻ പരിചയപ്പെട്ട ഒരു യുവതിയായിരുന്നു എമിലി മിഷേൽ. എമിലി മിഷേലുമായി ജിബ്രാന് ഗാഢ പ്രണയമുണ്ടായിരുന്നു. മേരി ഹസ്കലിനോടുള്ള കടപ്പാടും എമിലി മിഷേലിനോട് പ്രണയവും ഒരേ സമയം ജിബ്രാനെ വേവലാതിയിലാക്കി. ജിബ്രാനെ വേവിച്ചു. ഉള്ളം ബന്ധുകൊണ്ട് ആണ് ഈ 2 ബന്ധങ്ങളിലും 2 സൗഹൃദ ബന്ധങ്ങളിലും ജിബ്രാൻ ഇടപെട്ടത്. ഒന്ന് തീവ്ര പ്രണയത്തിലേക്കും ഒന്ന് വെറും സൗഹൃദത്തിലും മാത്രം ഒതുങ്ങിയിരുന്നു. ജിബ്രാന് വേണമെങ്കിൽ മേരി ഹസ്കലിനോട് പ്രണയം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. താൻ എന്തെഴുതിയാലും അക്കാലത്ത് ആദ്യം അയച്ചു കൊടുക്കുന്നത് മേരി ഹസ്കലിനായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ എമിലി മിഷേലുമായുള്ള ബന്ധം ഗാഢമായ പ്രണയമായിരുന്നു. അതിനുശേഷം പഠനത്തിനായി പാരീസിലേക്ക് പോയി. പാരീസിലേക്ക് പോയപ്പോൾ മേരി ഹസ്കലാണ് സഹായം ചെയ്തു കൊടുത്തത്. അങ്ങനെ പാരീസിൽ ചിത്രകലാ പഠനം തുടർന്നുകൊണ്ടിരിക്കെ എമിലി മിഷേൽ പാരീസിൽ ജിബ്രാൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അവൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് അവൻ അവളെ സ്വീകരിക്കുകയും ചെയ്തു. അവർ അവിടെ ഒരുമിച്ച് ജീവിച്ചു. ഒരുപക്ഷെ എമിലി മിഷേൽ എന്ന പേരിനെയായിരിക്കാം മിഷേൽ നൈമി എന്ന് തെറ്റിദ്ധരിച്ച് ജിബ്രാൻ്റെ മലയാളത്തിൽ എഴുതപ്പെട്ട പുസ്തകത്തിൻ്റെ
ആ എഴുത്തുകാരി മിഷേൽ നൈമി എന്ന് എഴുതി ചേർത്തത്. നൈമി എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ജിബ്രാൻ്റെ സമകാലികനായ എഴുത്തുകാരനാണ് മിഷേൽ നൈമി അല്ലെങ്കിൽ മിഖായിൽ നൈമി. മിഖായിൽ നുഐമ എന്നാണ് അറബിയിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങളെങ്കിലും മലയാളത്തിലുണ്ട്. ഒന്ന് ജിബ്രാൻ്റെ തന്നെ ജീവചരിത്രം നൈമി എഴുതിയത്, രണ്ടാമത്തെ ഒന്ന് മൃദാദിൻ്റെ പുസ്തകം എന്ന അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിരിക്കെയാണ് നൈമി എന്ന പേര്, ഒരു പുരുഷൻ്റെ പേരിൽ ഒരു ഗർഭാരോപണം ഉന്നയിക്കുന്നു. നോട്ടപ്പിശക് കൊണ്ടുവന്നതാവാം, അല്ലാതെ ആവാം, പക്ഷേ അത് വായിച്ചു നോക്കി മാത്രം പ്രസിദ്ധീകരിക്കേണ്ട ഒന്നാണ്. 2 എഴുത്തുകാരോട് ഒരേ സമയം ചെയ്യുന്ന ക്രൂരതയായിപ്പോയി അത് എന്ന് പറയാതെ വയ്യ. മിഷേൽ നൈമി അഥവാ മിഖായിൽ നൈമി എന്ന മനുഷ്യൻ ജിബ്രാൻ്റെ അവസാന നാളുകളിൽ ജിബ്രാൻ്റെ ആശുപത്രി കിടക്കയിൽ ഒപ്പമിരുന്ന് ആശ്വാസവചനങ്ങൾ പറയുമ്പോൾ താൻ ഇവിടെ കൂട്ടിയിരിക്കാമെന്ന് പറയുമ്പോൾ ജിബ്രാൻ തടയുന്നുണ്ട്. അവസാനം ജിബ്രാൻ തൻ്റെ എർത്ത് ഗോഡ്സ് എന്ന പുസ്തകം, ഭൂമി ദൈവങ്ങൾ എന്ന പുസ്തകം മിഷേൽ നൈമിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ വായിച്ചു കേൾക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അത് കേട്ടുകൊണ്ട് ജിബ്രാൻ ആശ്വാസത്തോടെ കിടന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ജിബ്രാൻ ലോകം വിട്ടു പോകുന്നത്. ഇങ്ങനെയൊക്കെ ജിബ്രാൻ്റെ ജീവചരിത്രം വിവിധ മാനങ്ങളിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ ഇത്തരം വലിയ ഒരു തെറ്റ് പേരിൻ്റെ മുകളിൽ വരുന്നത് ഒരു അപരാധമാണ് എന്ന് പറയേണ്ടി വരുന്നു.